മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ടൈം അടുത്തു വരികയാണ്. അതുകൊണ്ട് ഒരു വിഷയം ആസ്പദമാക്കി സംസാരിക്കാൻ സമയം ഇല്ല. നോട്ടീസുകളും പോസ്റ്ററുകളും ഇല്ലാതെ ഒരു ചെറിയ വിളംബര യോഗത്തിന് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ഐക്യം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇടയിൽ കക്ഷിത്വമുണ്ടാവുകയും ഭിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടൊരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിദയി പ്രസ്ഥാനക്കാർ വന്നപ്പോഴാണ്. അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം. അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുശാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും ഭാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല. പക്ഷേ ഐക്യമുള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ ഹയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ്. അങ്ങനെ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യമുണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. 1300 കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അല്ലാഹു തആല കഠിനമായി വിരോധിച്ച പലിശ, അത് വാങ്ങാനുള്ള ഹീലത്തു റിബ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഐക്യവും ഒറ്റക്കെട്ടായ ജീവിതവും തകർക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനമായിരുന്നു ഐക്യം എന്ന പേരിൽ ഇവിടെ നടന്നത്. ആ വിധത്തിലുള്ള ഐക്യമല്ല യഥാർത്ഥത്തിലുള്ള ഐക്യം. ഇൻഷാ അല്ലാഹ് ആ പ്രമേയം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനായി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി പ്രവർത്തിക്കാനും പിന്തുടരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിനെ വർജിക്കാനും അതിനെ തൊട്ട് തടയാനും അള്ളാഹു നമുക്കും നമ്മുടെ ശിഷ്യന്മാർക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മോമിനികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പം അത് വായിച്ചോട്ടെ, പിന്നെ വിശദമായി പിന്നെയും പറയാം. സമസ്തയുടെ പ്രമേയം അവതരിപ്പിക്കുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവരുകളെ ക്ഷണിക്കുന്നു.
ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്. സമൂഹത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. ബഹുസ്വര സമൂഹത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിൽ പൊതുവായുമുള്ള ഐക്യവും സൗഹൃദവും കാലം ആവശ്യപ്പെടുന്നുണ്ട്. രാജ്യത്തിൻ്റെ സർവതരസ്പർശിയായ വളർച്ചയുടെ പ്രാഥമിക കാരണങ്ങളിലൊന്ന് സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കലാണ്. രണ്ട് സമസ്തകൾക്കിടയിലെ ഐക്യചർച്ചകൾക്ക് നേരത്തെ തന്നെ രണ്ട് മുശാവറകളും അംഗീകാരം നൽകിയതും പലതവണ ഒരുമിച്ചിരുന്നതുമാണ്. അതിൻ്റെ നിർമ്മാണാത്മക ഫലങ്ങൾ കേരളം അനുഭവിക്കുന്നുമുണ്ട്. വിശ്വാസപരവും കർമ്മപരവുമായ ആദർശങ്ങളിലൂന്നി സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ യോജിച്ച് സൗഹൃദവും ഐക്യവും സാധ്യമാകണമെന്നാണ് നമ്മുടെ താൽപ്പര്യം. അത്തരം ചർച്ചകൾക്ക് ഇനിയും ഞങ്ങൾ സന്നദ്ധവുമാണ്. ക്രിയാത്മകമായ ഈ ചർച്ചകളെയും ശ്രമങ്ങളെയും മാന്യമായും ബഹുമാനത്തോടെയുമാണ് നമ്മൾ സമീപിക്കേണ്ടത്. വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതിന് വിഘാതമാകുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കണം. പലതരം വികല ആശയങ്ങൾ അതീശത്വം നേടുന്ന കാലത്ത് വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ബലത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹത്തിൻ്റെ ലോകം പണിതുയർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടാകണം.